ഈ വാക്ക് ഈ സമയം വരെ വേണ്ടിയിട്ടില്ല. ഫിഫ അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും. അതിന് അനുമതി കിട്ടാനുള്ള കാര്യങ്ങൾ ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട്. അവരുടെ ട്രാവൽ പ്ലാൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്, എത്ര ദൂരം ട്രാവൽ ചെയ്യുന്ന ക്രൈറ്റീരിയ ഉണ്ട്, സ്റ്റേഡിയം ഏതാണെന്നുള്ളത്, ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ വഴികൾ കേൾക്കണം, ഏതാണ് ഡീറ്റെയിൽ പ്ലാൻ കൊടുക്കണം. ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഫിഫയ്ക്കാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന അർജന്റീനയായിട്ട് എഗ്രിമെൻറ്റ് വെക്കുക, ഓസ്ട്രേലിയയായിട്ട് എർജൻറ്റ് വെക്കുക. വളരെ വ്യാജമായ രീതിയിൽ ഇന്നും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാതൃഭൂമിയൊക്കെ കൊടുക്കുന്ന വാർത്ത എന്താണ്? മെസ്സി തീരുമാനിച്ചു വരില്ല. അയ്യോ, മെസ്സി കേരളത്തിലേക്കില്ല. എങ്ങനെ അങ്ങനെ പറയാൻ കഴിയാന്നുള്ളതാണ്. ഞാനിത് നേരത്തെ തുടങ്ങി പറയുന്നതാണ്. ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ച് മാത്രമാണ്. ഇതൊരു ടീമിന് തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാനൊരു 500 പ്രാവശ്യം കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഒരാളും ആ അർത്ഥത്തിൽ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇതെന്തോ മെസ്സി എടുത്ത തീരുമാനം എടുത്താൽ നടക്കും, അർജന്റീന എന്താ തീരുമാനം എടുത്താൽ നടക്കും, ഓസ്ട്രേലിയ എന്തോ തീരുമാനം എടുത്താൽ നടക്കും എന്നുള്ള നിലയിലേക്കായിരുന്നു ചർച്ച പോയിക്കൊണ്ടിരുന്നത്. ഞാൻ തുടക്കം തുടങ്ങിയ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിഫ വിൻഡോയിലുള്ള മാർച്ചാണ്. ഫിഫ വിൻഡോയിൽ ഫിഫാൻ്റെ അനുമതി കിട്ടിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് തുടക്കം തുടങ്ങിയ പറയുന്നതാണ്. പക്ഷേ അത് ആ അർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല, ഇന്നും അത് ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണ്. കാരണം അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് ധാരണയുള്ള മാധ്യമങ്ങളെ ഈ പണിക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ് ഫിഫ വിൻഡോ, എന്താണ് ഫിഫ വിൻഡോയിലുള്ള എന്താണ് മാച്ച്, എന്താണ് ഫ്രണ്ട്ലി മാച്ച് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണ വേണം. ഈ ധാരണയില്ലാതെ അർജന്റീന തീരുമാനിച്ചു, മെസ്സി തീരുമാനിച്ചു, ഓസ്ട്രേലിയ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാജ വാർത്ത രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. അപ്പം ഇത് ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല. ആ ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഫിഫ അപ്രൂവൽ എടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. ആ ഫിഫ അപ്രൂവൽ കിട്ടുന്ന രീതിയിൽ കളി നടക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഫിഫ അപ്രൂവലിന് അപേക്ഷിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടയർ 1 ഫോം സബ്മിറ്റ് ചെയ്യുകയാണ്. ഈ ടയർ 1 ഫോം സബ്മിറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? അർജന്റീന ടീമും ഓസ്ട്രേലിയ ടീമും എഗ്രിമെൻറ്റ് വെച്ച് ചെയ്താൽ അവർ ടയർ 1 ഫോം തരും നമുക്ക്. ആ ഫോം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അവർക്ക് കുറേ ക്രൈറ്റീരിയ ചെക്ക് ഉണ്ട്. ആ ക്രൈറ്റീരിയ ചെക്കുകളെല്ലാം ഡോക്യുമെൻ്റ് ആക്കി അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവർ അപ്രൂവൽ തരും. ആ അപ്രൂവൽ നടക്കുമ്പോൾ കളി നടക്കും. അങ്ങനെയാണ് നടക്കേണ്ടത്. അതൊക്കെ സബ്മിറ്റ് ചെയ്ത് എനിക്ക് കുറേ നാളുകളായി മുന്നോട്ട് നോക്കും. എനിക്ക് തോന്നുന്നു കുറേ നാളായി ഉണ്ടാവും, എന്തായാലും ഒരു 2-3 മാസം. അല്ലല്ല, നമ്മളല്ല, ഞാൻ പറയുന്നത് എന്താ സിസ്റ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അർജന്റീനയെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അർജന്റീന ഫോം സബ്മിറ്റ് ചെയ്യും. അതിന് ഓപ്പോണൻ്റ് ടീമിന് ചോദിക്കും, ഓപ്പോണൻ്റ് സബ്മിറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ സിസ്റ്റം. അത് ആ എഗ്രിമെൻറ്റ് വെച്ച സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അപ്രൂവലാണ് നമുക്ക് കിട്ടേണ്ടത്. അത് ഓൾറെഡി നമ്മൾ സബ്മിറ്റ്, അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നേ. ഞാൻ പറയുന്നത് ഇത് വളരെ സില്ലി ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. വളരെ സില്ലി ആയിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്തത്. ആര്? കേരളത്തിലെ മാധ്യമങ്ങൾ. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. സർക്കാർ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത്രയും മുതൽ മുടക്ക് മുടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് പറയുന്നത് എന്താണ്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ മെസ്സി തീരുമാനിച്ചു, അർജന്റീന തീരുമാനിച്ചു, അർജന്റീന മാധ്യമങ്ങൾ അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ സമയം വരെ ഫിഫേൻ്റെ വാക്ക് വേണ്ടിയിട്ടില്ല. ഈ വാക്ക് ഈ സമയം വരെ വേണ്ടിയിട്ടില്ല. ഫിഫ അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും. അതിന് അനുമതി കിട്ടാനുള്ള കാര്യങ്ങൾ ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട്. അവരുടെ ട്രാവൽ പ്ലാൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്, എത്ര ദൂരം ട്രാവൽ ചെയ്യുന്ന ക്രൈറ്റീരിയ ഉണ്ട്, സ്റ്റേഡിയം ഏതാണെന്നുള്ളത്, ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ വഴികൾ കേൾക്കണം, ഏതാണ് ഡീറ്റെയിൽ പ്ലാൻ കൊടുക്കണം. ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഫിഫയ്ക്കാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന അർജന്റീനയായിട്ട് എഗ്രിമെൻറ്റ് വെക്കുക, ഓസ്ട്രേലിയയായിട്ട് എർജൻറ്റ് വെക്കുക. വളരെ വ്യാജമായ രീതിയിൽ ഇന്നും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാതൃഭൂമിയൊക്കെ കൊടുക്കുന്ന വാർത്ത എന്താണ്? മെസ്സി തീരുമാനിച്ചു വരില്ല. അയ്യോ, മെസ്സി കേരളത്തിലേക്കില്ല. എങ്ങനെ അങ്ങനെ പറയാൻ കഴിയാന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഈ പറഞ്ഞ സ്പോർട്സിനെ കുറിച്ച് ധാരണയുള്ള ഒരു മാധ്യമം അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ എന്താണ്? സ്പോർട്സിനെ കുറിച്ച് ധാരണ പറയേണ്ടത് ഫിഫ വിൻഡോയിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയാനുള്ളൊരു കാര്യം ചെയ്യണം. അല്ലാതെ ഒരു ലോജിക്കും ഇല്ലാതെ ഫിഫ വിൻഡോ അർജന്റീന തീരുമാനിച്ചു, ഓസ്ട്രേലിയ തീരുമാനിച്ചു, എന്നാൽ ഞാൻ പറയട്ടെ അർജന്റീന നിങ്ങളൊന്ന് കാണിച്ചുകൊണ്ടാ പോയിട്ട് ഈ സാധനം എടുത്തിട്ട്. അങ്ങനെ പറ്റുന്നില്ലല്ലോ. എന്താ നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ സമയം വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സമയം വരെ കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് ഒരു ഓതൻറ്റിസിറ്റി ഉള്ള ഒരു വാർത്ത അവിടുത്തെ മാധ്യമങ്ങൾ എന്തോ പറഞ്ഞു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ കിട്ടുന്ന സമയത്ത് പ്രോപ്പറായി കളിക്കും. അത് കൊച്ചിയിൽ തന്നെ കളിക്കും. അതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം റിപ്പോർട്ടർ ടിവിയും ഞാനും ഒരുക്കും. അത്ര